വടകര ഡിവൈഎസ്പിക്കെതിരെ ഒരു സ്ത്രീ വിഷയ പരാതി വന്നിരിക്കുകയാണ്. 14 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു കേസാണ് ഇന്നിപ്പോൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. പെൺവാണിഭ കേസിൽ അറസ്റ്റിലായ അല്ലെങ്കിൽ പെൺവാണിഭ കേസിൽ പിടിക്കപ്പെട്ട സ്ത്രീകളിൽ നിന്നും പൈസ വാങ്ങിക്കുകയും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കൈക്കൂലി വാങ്ങിക്കുകയും അതിൽ ചിലരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിലൊരാളുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് കയറി ചെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പീഡിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു പരാതി 14 വർഷങ്ങൾക്ക് ശേഷം പരാതിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് മറ്റൊരു SIയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നാണ്. ഇന്നിപ്പോ കേരളത്തിലെ പോലീസിന്റെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അനാശാസ്യ പ്രവർത്തനം നടത്തുന്ന സ്പാകൾക്കൊക്കെ വലിയൊരു സപ്പോർട്ട് നൽകിക്കൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും പോലീസുകാർക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത്? അതായത് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് CPM ആണ്, തങ്ങൾ എന്ത് ചെയ്താലും അവർ തങ്ങളെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് ആണോ പോലീസിനെ കൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഹർഷ. കാരണം ഈ ഒരു കേസ് 14 വർഷം മുമ്പ് ഉള്ളതാണെന്ന് ഹർഷ തന്നെ പറഞ്ഞു. 14 വർഷം മുമ്പ് ഇവിടെ ഭരിക്കുന്നത് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ അതൊരു ഭരിക്കുന്ന പാർട്ടിയുടെ പ്രശ്നമല്ല ഒരിക്കലും. അപ്പൊ പോലീസ് ആയതുകൊണ്ട് പോലീസിന്റെ തൊപ്പി തലയിലുള്ളത് കൊണ്ട് തങ്ങൾക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസ്. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ പിണറായി സഖാവും സർക്കാരും രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും 10 വർഷത്തിന്റെ അകത്താണ് ഈ ഒരു കേസ് വന്നിരുന്നെങ്കിൽ വീണ്ടും ഈ ഒരു കാര്യം വന്നേനെ. സഖാവിന്റെ തോന്നിയ പോലെ അഴിച്ചുവിട്ടിരിക്കുക. ഏറ്റവും കൂടുതൽ സർക്കാർ വന്നതിന് ശേഷം കേട്ട ഒരു കാര്യമാണ്, ഗുണ്ടാ സംഘത്തെയാണോ നിങ്ങൾ വളർത്തുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെയാണോ ഈ സർവീസിൽ വെച്ചിരിക്കുന്നത്? ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്രയധികം കുറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഇതിലൊരു വലിയൊരു രക്ഷപ്പെടൽ തന്നെയാണ് ആ ഒരു 14 വർഷം മുമ്പുള്ളത് ആ ഒരു കേസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഒന്നാമത്തെ കാര്യം, പോലീസിന്റെ അകത്ത് തന്നെ, കാരണം എത്ര ആത്മഹത്യകൾ നടന്നിട്ടുണ്ടെന്ന് നമ്മൾ എടുത്തു നോക്കിയാൽ മതി. പ്രഷർ, വർക്ക് പ്രഷർ കൊണ്ടും അതേപോലെ തന്നെ മാനസികപരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥരുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. ഇതിന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ പല സംസ്ഥാനങ്ങളിലെയും ഇതേപോലെ തന്നെയാണ് എത്രയോ ആൾക്കാർ, എത്രയോ പോലീസ് ഓഫീസേഴ്സ് ആണ് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അഴിമതി, കറപ്ഷന് കൂട്ട് നിൽക്കുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. സത്യസന്ധരില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സത്യസന്ധ ജോലി എടുക്കുന്ന ആൾക്കാരും. ഈ പറഞ്ഞ സത്യസന്ധരായിട്ടുള്ള ആളുകൾക്ക് വാ തുറക്കാൻ ഭയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന SIയുടെ കാര്യം പറഞ്ഞല്ലോ, ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ആ SI ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും ഇത്തരത്തിൽ 14 വർഷങ്ങൾക്ക് മുൻപ് SI ആയിരുന്ന ഇന്ന് വടകരയിൽ DYSP ആയിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ ഒരു പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ ആ ഒരു സമയത്ത് അനുഭവിച്ചിരുന്ന ഈ ഒരു പ്രഷർ എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്, ഈ SIയുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് തുറന്നു പറയാൻ സാധിക്കാതെ മാനസികമായി തകർന്നുകൊണ്ട് അല്ലെങ്കിൽ പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ട് അവസാനമായിരിക്കണം ഈ ഒരു ആത്മഹത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്ന വാർത്തകളിൽ കുടുംബ പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു തുടക്കത്തിലൊക്കെ കേസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് പിന്നാലെ കൂടുതൽ അന്വേഷിച്ചു പോയപ്പോഴാണ് ഫാമിലി പരമായിട്ടുള്ള കുഴപ്പം കൊണ്ടല്ല, മറിച്ച് വർക്ക് പ്രഷർ കൂടുതലായിട്ട്, ഇപ്പൊ അതിനെ പറഞ്ഞതുപോലെ തന്നെ ജോലി സമ്മർദ്ദം, അതിനപ്പുറത്തേക്ക് മാനസികമായി മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു പ്രഷർ, അതൊക്കെ കൊണ്ടാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു DYSPക്കെതിരെ പാലക്കാട് SP കേസ് കൊടുത്തിരിക്കുകയാണ്. മുതിർന്ന മേൽ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇനി അടുത്ത ദിവസങ്ങളിലായി സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു നിയമപരമായ നീക്കങ്ങളൊക്കെ ഉണ്ടാവെങ്കിൽ പോലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 14 വർഷമായി ഇത്തരത്തിലൊരു തെറ്റ് ചെയ്യുക, അതിനപ്പുറത്തേക്ക് പെൺവാണിഭ കേസിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇത് പുറത്തു പറയാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്തു പറഞ്ഞാൽ കേസുമായുള്ള വിവരങ്ങൾ കൂടി പുറത്തുവിടും, അത് നിങ്ങൾക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ എത്രത്തോളം മാരകമായ കുറ്റമാണ്. പോലീസിനോടുള്ള ഒരു വിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരാൻ തന്നെ ഒരു കാര്യം അതാണ്. ജനങ്ങൾക്ക് അത്രയും സ്വതന്ത്രമായ ഒരു പരാതി കൊണ്ടുവന്ന് ഏറ്റവും വിശ്വസിച്ച് കൊണ്ടുപോയി അവിടെ പറ്റുന്നില്ല എന്നൊരു ഘടകം, ആ ഒരു ഘടകത്തൊക്കെ എടുത്തിട്ടാണ് ജനമൈത്രി പോലീസ് ഒക്കെ രൂപപ്പെട്ടത്. അതിനുശേഷം ബാക്കിയുള്ള പോലീസ് സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഒരു ഫാർ ബെറ്റർ ആണ് കേരള പോലീസ് എന്ന് പറയുന്നത്. അത് മിക്ക സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന്റെ അകത്ത് തന്നെ എല്ലായിടത്തും ഇത്തരം കീടങ്ങൾ ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്കങ്ങ് ഒരു ക്ലീൻ ഷീറ്റ് ഒന്നും ഇവിടെയും കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനോ, ഇവിടെ പരാതിപ്പെട്ട് അല്ലെങ്കിൽ പരാതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ അത് തിരിച്ച് പരാതികൾ സ്വീകരിക്കാത്ത സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതേപോലെ തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ വീട്ടിൽ പോയി അടിച്ചു കൊണ്ടുവരുന്ന അവസ്ഥ, അതിന്റെ ഒരു എന്താ പറയാ, കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന ഒരു രീതി, ഇത് കേരളത്തിൽ നിന്ന് നമുക്ക് കേട്ടതുകൊണ്ടാണ്. കാരണം നമുക്ക് ഇതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട് എന്നൊരു ഇത് ഉണ്ടായത്. അമ്മയുടെ മുമ്പിൽ വെച്ച് മകളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഇപ്പൊ കർണാടകയിൽ നിന്നുള്ള സെക്സ് റാക്കറ്റുകളുടെ എടുക്കുകയാണെങ്കിൽ കർണാടകയിൽ സെക്സ് റാക്കറ്റുകളെ വളരാൻ സഹായിക്കുന്നത് കർണാടക പോലീസ് ആണെന്നുള്ളത്
അവിടെ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ പുറത്തേക്ക് വന്നൊരു കാര്യമായിരുന്നു. അപ്പൊ അങ്ങനെ മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നിലപാടുകൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരം പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. ഇപ്പൊ ഈ ഒരു കേസിൽ 14 വർഷമായിട്ടും ആ ഒരു വിക്ടിം കേസ് കൊടുത്തിട്ടൊന്നും ഇല്ല, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഇപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എഴുതി വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഒരു കേസ് അവിടെ SP എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ തെളിവ് എന്ന് പറയുന്ന ഒരു അടിസ്ഥാനമുണ്ട്. ഇവിടെ മൊഴി കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇയാൾ ചിലപ്പോൾ ജീവിച്ചിരുന്ന് മൊഴി കൊടുത്തിരുന്നെങ്കിൽ ആ കേസ് മുന്നോട്ട് പോയേനെ. മൊഴികൾ അതേപോലെ തന്നെ ബാക്കിയുള്ള തെളിവുകൾ 14 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകളുടെ ഒക്കെ എവിടെ പോയി അന്വേഷിക്കും? ഈ അന്വേഷിക്കുന്ന ആൾക്കാർ തന്നെ ഇവരുടെ മേലുദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ നോക്കുമോ, അതോ യാതൊരു ഇതുവരെ പരാതി പോലും കിട്ടിയിട്ടില്ലാത്ത ഇങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ ഇയാളെ ശിക്ഷിക്കാൻ നോക്കുമോ? അല്ല, ഇപ്പോ ഈ ഒരു കേസിൽ ഇത്രയും വർഷമായെങ്കിൽ പോലും ഇപ്പൊ ഈ പറയുന്ന യുവതി ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും നാളുകളായിട്ടും ഈ പെൺകുട്ടി ഈ സ്ത്രീ പരാതി കൊടുത്തില്ല എന്നുള്ളൊരു ചോദ്യം വരും. ഇപ്പോഴത്തെ അതെ, ഇൻഫ്ലുവൻസിനേക്കാൾ ഉപരി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പീഡന പരാതി കുറച്ച് നാളുകൾക്ക് ശേഷം പുറത്തു വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും നാൾ എന്തായിരുന്നു നീ പറയാതിരുന്നത്? ഇത്രയും മാനസികമായ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാനസികമായ ഒരു സംഘർഷം 1 വർഷം വരെ അല്ലേ ഉണ്ടാവുള്ളൂ, അതിനപ്പുറം 14 വർഷം എന്ന് പറയുമ്പോൾ ഇത്രയും നാളും നീ അത് വിഷമിച്ചിരിക്കുകയായിരുന്നു ചോദിക്കുമ്പോൾ അതെ, സാധാ പോലീസ് ഉദ്യോഗസ്ഥർ തെറ്റ് ചെയ്തിട്ട് സാധാ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും സ്ത്രീകൾ പറയാനൊന്നും മടിക്കും. സാധാ പോലീസ് ഉദ്യോഗസ്ഥരുടെ തെറ്റുകളാണ് എങ്കിൽ എന്തെങ്കിലുമൊക്കെ ശിക്ഷ, അല്ലെങ്കിൽ മിനിമം ഒരു എന്തെങ്കിലും ശിക്ഷകളൊക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഈ പറയുന്ന റാങ്കിലൊക്കെ ഇരിക്കുന്ന ഓഫീസേഴ്സിനൊക്കെ എതിരെ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇത്ര വർഷം സർവീസസിൽ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് പൊളിറ്റിക്കൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അതേപോലെ വാണിജ്യപരമായിട്ടുള്ള വ്യവസായികളായിട്ടും ഇവിടുത്തെ ആ ഒരു അത്തരം ഗ്രൂപ്പുകളായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആൾക്കാരായിരിക്കും ഇത്. എത്ര കാലമാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? കാരണം നിയമവ്യവസ്ഥയിലൊക്കെ ജനങ്ങൾക്ക് ആ ഒരു വിശ്വാസം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഇത് ഒരു കാരണമാകും എന്നുള്ളൊരു സത്യാവസ്ഥയുണ്ട്. എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പോലീസിനെതിരെയാണ് നമ്മളൊരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അധികം ഒന്നും മുന്നോട്ട് പോയില്ല എന്നൊരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾക്ക് ഈ സ്വന്തമായിട്ട് നിയമം നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്കൊക്കെ ജനങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന ആ ഒരു രീതി. കാരണം അങ്ങനെയൊക്കെ ജനങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയധികം സന്നാഹങ്ങൾക്കൊന്നും ഇവരെ പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ക്രൈം റേറ്റ്സ് എത്രത്തോളമാണ് വർദ്ധിക്കുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാരൊക്കെയാണ് സർവീസിൽ ഇരിക്കുന്നത് ഒരു പ്രധാന വിഷയമാണ്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറയുന്നത് പോലെ ഈ വലിയ വലിയ ആളുകളെയൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ തെറ്റുകാരെയും കുറ്റക്കാരെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നുകൊണ്ട് ചെറുകിട തെറ്റുകാരെയൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുറ്റക്കാരെയൊക്കെ മുൻപിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നും അങ്ങനെയൊന്നും ഇല്ല, ഇന്നത്തെ കാലത്ത് അഴിമതി ഒന്നും ഇല്ല എന്നത്രയൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു കൊച്ചിയിൽ പല സ്പാകളും പിടിക്കപ്പെട്ടിട്ടുള്ളത്. സ്പാകളുടെയൊക്കെ സംരക്ഷണ വലയം നടത്തുന്നതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. അതെ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കേരള പോലീസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ. പക്ഷേ ഇനി തെറ്റ് ചെയ്യുമ്പോൾ വർഷം എത്ര കഴിഞ്ഞപ്പോൾ 14 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു കേസ് മുന്നോട്ട് പൊങ്ങി വരുമ്പോൾ ഇത്രയും നാൾ അദ്ദേഹം ചിന്തിച്ചിരുന്നത് ഇനി ഇത് ഇത്രയും വർഷമായില്ലേ, ഇനി ഇത് ആരും അറിയാൻ പോകുന്നില്ല, ഇനി ആരും ഇത് അന്വേഷിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റ് എന്ന് തന്നെയാണെങ്കിലും സത്യം പുറത്തു വരുമെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നീതി എന്നാണെങ്കിലും ഈ ഒരു ഡയലോഗാണ് വേറെ ഓർമ്മ വരുന്നത്, അന്തസ് വേണം എന്നുള്ള ഒരു രീതി. കാരണം നിങ്ങൾ ആ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തസ് നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ അന്തസ്സില്ലായ്മയിലൂടെ ഈ പണം സമ്പാദിച്ച് ഇങ്ങനെ എത്ര നക്ഷത്രങ്ങൾ നിങ്ങളുടെ തോളത്ത് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ മുകളില് നിങ്ങളെ സംബന്ധിച്ച് ഒരു രാത്രി ഇവർക്ക് ഇങ്ങനെ ചിലപ്പോൾ ഇവർക്ക് അതിലൊന്നും കുറ്റബോധം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്ത്. ഇതിന് ശേഷം എത്രയോ ആൾക്കാർ ഇയാൾ അത് ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും അത്ര ഒരു അബദ്ധം പറ്റിയതാണെന്നൊന്നും പുള്ളിക്ക് പറയാനൊന്നും പറ്റില്ല. അങ്ങനെ എത്രയോ പോലീസ് ഓഫീസേഴ്സിന്റെ ഒക്കെ ജീവചരിത്രമൊക്കെ ഒന്ന് കീറി മുറിച്ച് നമ്മൾ പരിശോധിക്കാൻ തുടങ്ങി. അല്ല, ഈ പറയുന്ന പോലീസുകാരെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യുമായിരിക്കും കുറച്ച് നാളത്തേക്ക്, അതിനുശേഷം വീണ്ടും മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുകയും അവിടെ പോയിട്ട് സർവീസിലേക്ക്. അങ്ങനെയല്ല, ഇതിനപ്പുറത്തേക്ക് ഇവരെ പൂർണ്ണമായും ഈ സർവീസിൽ നിന്നേ ഒഴിവാക്കി വിടണം. കാരണം ഇത്തരത്തിലൊരു പോലീസ് ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു സമ്പ്രദായമായ പോലീസിലേക്ക് ഒരിക്കലും ഇവരെ ഇനി വീണ്ടും ഉൾപ്പെടുത്തരുത് എന്നുള്ളതാണ്. പറഞ്ഞു വിടണം. ഇനി അടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്യാൻ ആലോചിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ മുൻപ് ചെയ്തിരുന്ന വ്യക്തികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ ഒരു പിൻവലിയൽ ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു നടപടി ആയിരിക്കണം. ഈ പറഞ്ഞ ഡിവൈഎസ്പിക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ ഡിവൈഎസ്പിക്ക് എതിരെ പോലും എടുക്കേണ്ട നടപടി എന്ന് പറയുന്നത് ഇനി ആര് കണ്ടാലും ഒന്ന് അല്ലെങ്കിൽ ആലോചിച്ചാലും ഒന്ന് ഭയക്കണം. താൻ ധരിച്ചിരിക്കുന്ന യൂണിഫോമിനോട് നീതി കാണിച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു വിഭാഗത്തിലുള്ള ആളുകൾ തന്നെ ഈ ഒരു തെറ്റ് ചെയ്താൽ ജനങ്ങൾ അത്രത്തോളം വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് ഈ പറയുന്നത് പോലെ സ്വയം നീതി നടപ്പിലാക്കാൻ അല്ലെങ്കിൽ സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങും. അത് ചിലപ്പോൾ കേരളത്തെ കൊണ്ടെത്തിക്കുന്നത് വലിയൊരു നാശത്തിലേക്ക് തന്നെയായിരിക്കും.